നമ്മൾ വർക്കിംഗ് ലേഡീസിന് സൺഡേ എന്ന് പറയുന്നത് ശരിക്കും ഒരു മടി പിടിച്ച ദിവസം തന്നെയാണ്. അപ്പോൾ സൺഡേ ആയിക്കഴിഞ്ഞാൽ എനിക്ക് വീട്ടിൽ കുക്ക് ചെയ്ത് ഉണ്ടാക്കണതിലേറെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പുറത്ത് പോകുന്നതും ഫുഡ് കഴിക്കണമൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് നമ്മളെ പെരുന്തമണ്ണ പ്രിയ പാലടയിൽ പോയിട്ട് സദ്യ കഴിക്കുക എന്നുള്ളത് തലേന്ന് തന്നെ ഞാൻ പറഞ്ഞു വെച്ചിനി. അപ്പോൾ അതോടെ തന്നെ ഉച്ച ആയപ്പോൾ നമ്മളവിടെ പോയി നല്ല സദ്യയും പായസമൊക്കെ കഴിച്ചതിന് ശേഷം ഒരു ഈവനിങ് ഒക്കെ ആയപ്പോൾ സ്നാക്സൊക്കെ കഴിക്കാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ അവർ പുറത്ത് പോയി സ്നാക്സൊക്കെ മേടിച്ച് അതും കഴിച്ച് പിന്നെ രാത്രി ആയപ്പോൾ എന്തായാലും പുറത്ത് പോകണം വിചാരിച്ച് ഇനി കുട്ടികളുടെ മുടിയൊക്കെ ഒന്ന് വെട്ടണം. പിന്നെ അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഡിന്നറും പുറത്തുനിന്ന് ആക്കാന്നുള്ളതായിരുന്നു. അത് തലേന്ന് തന്നെ ഞാൻ പറഞ്ഞ് സെറ്റാക്കി വെച്ചതേനി. അപ്പോൾ നമ്മൾ പെരിന്തമണ്ണ ഡിസേർട്ടിലാണ് വന്നിട്ടുള്ളത്. അവിടെ വെച്ചിട്ടാണ് കുട്ടികളെ മുടി വെട്ടിക്കാറ് എപ്പോഴും. അപ്പോൾ ആര്യന് ചെറുതായിട്ടൊരു പനിയും ജലദോഷമൊക്കെ ഉണ്ട്. അപ്പോൾ അവന് സാധാരണ മുടി വെട്ടാൻ നിന്ന് കൊടുക്കലില്ല. ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് നേരം ആൾ റെഡി ആയിട്ട് നിന്ന് കൊടുത്തുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ അവന് കരച്ചിലും വാശിയൊക്കെ തുടങ്ങി. പിന്നെ കാഹിലിനാണെങ്കിൽ പിന്നെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അവന് ഭയങ്കര ഇഷ്ടമാണ്. അവന് നല്ല രീതിയിൽ നിന്ന് കൊടുക്കും. അവനിങ്ങനെ ഓരോ മോഡലൊക്കെ അയാൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ അല്ല. എനിക്ക് കുട്ടികളെ മുടി വെട്ടുക എന്നുള്ള പരിപാടി ശരിക്കും ഇഷ്ടമല്ല. എനിക്ക് ഒരു മുടി നന്നായിട്ട് വളർത്തണം എന്നാണ് എപ്പോഴും ഇഷ്ടം. പക്ഷേ എങ്കിൽ കുറച്ചൊക്കെ വളർന്ന് വരുമ്പോൾ തന്നെ അവർക്ക് ജലദോഷവും ചുമക്ക് വരുമ്പോൾ പിന്നെ എല്ലാവരും പറയും മുടി ഉണ്ടായിട്ടാണ്. അപ്പോൾ പിന്നെ എനിക്കും തോന്നി ഞാൻ കാരണം ഒരു ബുദ്ധിമുട്ടുണ്ടാവും വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ പോയിട്ട് മുടി കട്ട് ചെയ്യും. പിന്നെ ഞാൻ സാധാരണ വന്നിട്ട് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഹെയർ കട്ടും കാര്യങ്ങളൊക്കെ ഒരുവിധം ഞാൻ അവിടെ നിന്ന് തന്നെ ചെയ്യാറ്. പിന്നെ നേരെ അവിടെ നിന്ന് നമുക്ക് കുറച്ച് പർച്ചേസ് ഉണ്ടായിരുന്നു. ജാംജൂമിൽ പോയി. അവിടെ പോയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എൻ്റെ 1-2 ഫ്രണ്ട്സിനെ കോളേജിലൊപ്പം പഠിച്ചിട്ടുള്ള ഫ്രണ്ട്സിനെ ഇവിടെ നിന്ന് കാണുകയൊക്കെ ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. ഏകദേശം ഇതൊരു നോമ്പടുപ്പിച്ചുള്ള വ്ളോഗും കൂടിയാണ്. അപ്പോൾ അതിന് വേണ്ടി തന്നെ ഒരുപാട് കാര്യങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ ടിയാൻറ്റിയിലാണ് പോയത്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഷവായും ആ ഒരു ഫുഡും ഒരു വേറെ ടേസ്റ്റ് തന്നെയാണല്ലോ, വേറെ വൈബ് തന്നെയാണ്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ കുറച്ച് നേരത്തെ വെയിറ്റിങ്, അവിടെ ചെന്ന് നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ കണ്ടിട്ട് വേണം പോകാൻ. പ്രത്യേകിച്ച് സൺഡേ ഒക്കെ ആണെങ്കിൽ അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അപ്പത്തിന് ആര്യന് ദേഷ്യം വരൽ തുടങ്ങിയിനി. അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമുക്ക് സാധാരണ മുകളിലെ സീറ്റ് കിട്ടാറ്. പ്രാവശ്യം താഴെ കിട്ടിയത് നല്ല ചൂടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഷവായും റൈസും പിന്നെ എനിക്ക് ബട്ടർ നാനും ഓർഡർ ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ തിരിച്ച് വീട്ടിൽ പോയി. അപ്പോൾ ഇതുള്ള നമ്മളെ കൊച്ചു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.